നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു വാർത്ത കൊടുത്തിട്ട് അധികൃത നടപടിയെടുക്കുകയാണെങ്കിൽ ഉടനെ ഒരു വലിയൊരു വാർത്ത പോലെയാണ് വരുന്നത്. ഞങ്ങൾ കൊടുത്ത വാർത്തയുടെ പ്രതിഫലനം ഉണ്ടായിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രതികരണം ഉണ്ടായിരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി ആ ചാനലിൻ്റെ അല്ലെങ്കിൽ പത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ വാർത്തയുടെ ഇമ്പാക്റ്റ് എന്നും പറഞ്ഞിട്ട്, പത്രത്തിലൊക്കെ ആണെങ്കിൽ ആ വാർത്തയുടെ ഒരു ചെറിയൊരു രൂപമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു സീലുമൊക്കെ വെച്ചിട്ട് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു വരും. ഇത് ശരിക്കും മാധ്യമത്തിൻ്റെ പ്രസക്തി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മാധ്യമം എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചെയ്യുന്ന ഒരു എട്ടുകാലി മമ്മൂഞ്ഞ് ഏർപ്പാടാണ് ഈ ഇമ്പാക്റ്റ് വിളിച്ചുകൂവൽ എന്ന് പറയുന്നത്. ശരിക്കും ശക്തിയുള്ളവർ വിളിച്ചു പറയാറില്ല, ശക്തി അനുഭവവേദ്യമാക്കുകയേ ചെയ്യുള്ളൂ. അതായത് VS ഒരിക്കലും തന്നെ ശക്തിമാനാണെന്നോ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ ശക്തി ഉണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. VS ശക്തി മറ്റുള്ളവരിലേക്ക്. നമസ്കാരം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ്. നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും, അതായത് സാങ്കേതിക വിദ്യ അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ സൂക്ഷ്മതലം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ആ സൂക്ഷ്മമായി കാണാൻ പോലും പറ്റില്ല, സൂക്ഷ്മമായിട്ട് അറിയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അവിടെയാണ് ഇന്ന് നമ്മുടെ ഭൗതിക ശാസ്ത്രം എത്തി നിൽക്കുന്നത്. എന്നാൽ നമ്മളുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ശരിക്കും നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിൻ്റെ നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് തിരിച്ചറിയാതെ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലോ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിലോ എവിടെയാണ് നിൽക്കുന്നത്? വളരെ പരിമിതമായ കണ്ണിൽ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പടി പോലും അപ്പുറത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ചകൾ മാത്രമേ നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണാൻ കഴിയുന്നുള്ളൂ. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മളുടെ രാഷ്ട്രീയ കക്ഷികളെയും നമ്മളുടെ സാമൂഹിക ചിന്തയെയും അതേപോലെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളെ പോലും ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നു, മാധ്യമം എന്ന നിലയ്ക്ക്. അത് ശരിക്കും മാധ്യമം എന്താണെന്നുള്ള തിരിച്ചറിവിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാരണം മാധ്യമത്തിൽ വരുന്ന ഈ വാർത്ത ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, വാർത്ത വിട്ടേക്ക്, മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുപോലും ഇന്ന് ഈ സൂക്ഷ്മ സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് അതിനേക്കാൾ സൂക്ഷ്മതയിൽ, അതായത് ഭൗതിക ശാസ്ത്രം എത്രമാത്രം സൂക്ഷ്മമാകുന്നോ അതിനേക്കാൾ മുകളിൽ നിൽക്കേണ്ടതാണ് ഒരു മാധ്യമ പ്രവർത്തകനോ ഉപയോഗിക്കേണ്ട ഒരു വാക്കും ദൃശ്യവും ഭാവവും ചലനവും ഒക്കെ. കാര്യം അത്രയ്ക്ക് സ്വാധീനം ഈ മാധ്യമം ജനങ്ങളിൽ ചെലുത്തുന്നുണ്ട്. അതറിയാതെയാണ് ഈ സ്വാധീനം ചെലുത്തുന്നത്. ഈ ഒരു വാർത്ത കൊടുത്തിട്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു വാക്കുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അത് സ്വീകരിക്കുന്ന വിവിധ സാമൂഹിക അന്തരീക്ഷത്തിലും വിദ്യാഭ്യാസ തലത്തിലും സാംസ്കാരിക തലത്തിലും മത ജാതി വർഗീയ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതേപോലെ സ്ത്രീ പുരുഷൻ കുട്ടികൾ മുതിർന്നവർ പ്രായഭേദം ഇങ്ങനെ പല രീതിയിലും പല തലത്തിലായിരിക്കും ഓരോ വാക്ക് പോലും സ്വീകരിക്കപ്പെടുന്നത്. ഈ നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പരിമിതി തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ VS മരിച്ചതിന് ശേഷം ഉള്ള ആ റിപ്പോർട്ടിങ്ങിലേക്കൊന്ന് നോക്കിയാൽ മതി. അതായത് നമ്മൾ VSനെ ഒരു അവസാന വാക്കായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറം ഒരു നേതാവിന് ഇല്ല എന്നുള്ള തരത്തിൽ ആദ്യം കാണുന്നു. കാരണം എങ്കിൽ മാത്രമേ അവരുടെ കയ്യിലുള്ള പരിമിതമായ വിശേഷണങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് കാണികളെ പിടിച്ചു നിർത്തക്ക രീതിയിലുള്ള വിവരണങ്ങൾ നൽകാൻ പറ്റുകയുള്ളൂ. ഇത് അച്ചടി മാധ്യമം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ അല്പം കൂടെ മോശമായിട്ടാണ് അച്ചടി മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ VS മരിച്ച സമയത്ത് ഏതാനും ചില പ്രയോഗങ്ങൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം കേരളത്തിലെ ഇന്ന് ചാനലിലെ നയിക്കുന്ന നായകത്വ സ്വഭാവമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു VS. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. മേൽജാതിക്കെതിരെ പോരാടിയ ധിക്കാരി. ആദ്യമായി ഒരു ജെൻഡർ ബജറ്റ് അവതരിപ്പിക്കുന്നത് VSന്റെ കാലത്ത്. ദൈവത്തെക്കാൾ മുകളിൽ VSനെ പ്രതിഷ്ഠിച്ചു. നല്ല രാഷ്ട്രീയം ഏതാണെന്ന് കാണിച്ചു തന്നു. ആ മാതൃകയിലെ നേതാക്കൾ ഉണ്ടാവേണ്ടതാണ്. VS ആയിരുന്നു ശരി. ഇതൊക്കെ പറയുന്നത് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് 22-23 ദശാബ്ദത്തോളമൊക്കെ പരിചയമുള്ള മുതിർന്നവരാണ് എന്ന് ആലോചിക്കണം.
അപ്പൊ ഇതിനകത്ത് ധിക്കാരി എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുട്ടി കേൾക്കുകയാണ് വി എസിനെ ദൈവത്തെക്കാൾ മുകളിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. വി എസ് ഒരു ധിക്കാരിയായിരുന്നു. ഒരു കൊച്ചുകുട്ടി ഇത് കേൾക്കുമ്പോൾ വി എസ് ആണ് ശരി എന്നും പറയുന്നു. അപ്പോൾ ഒരു ധിക്കാരം അത് ഒരു വലിയ ക്വാളിറ്റിയാണ്. ഞാനും ഒരു ധിക്കാരിയായി മാറുന്നു എന്നൊരു കൊച്ചു കുട്ടിയുടെ ഉള്ളിൽ അറിയാതെ അവൻ്റെ അബോധ മനസ്സിൽ കുറിച്ചിടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അപ്പോൾ 70 വയസ്സ് വരെ വി എസ് എന്തായിരുന്നു? വി എസിന്റെ കമ്മ്യൂണിസം എന്തായിരുന്നു? അതല്ലെങ്കിൽ കമ്മ്യൂണിസം തന്നെ എന്താണ്? അപ്പൊ കമ്മ്യൂണിസം എന്താണെന്നുള്ള അറിവില്ല, കമ്മ്യൂണിസ്റ്റ് എന്താണെന്നുള്ള അറിവില്ല. ഇതിന്റെ രണ്ടിന്റെയും പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് വി എസ് പ്രവർത്തിച്ചത്, വി എസ് എന്തുകൊണ്ടാണ് 2000-ന് ശേഷം ജനങ്ങളുടെ മനസ്സിലേക്ക്, ഒരു ഹൃദയത്തിലേക്ക് നടന്നു കയറിയത് എന്നൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അതിസൂക്ഷ്മമായ, അതായത് ഒരു വാക്കുപയോഗിക്കുമ്പോൾ, ഒരു ചെറിയ വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും അത് അബോധമായിട്ട് അത് കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അത് ഏത് തലത്തിലുള്ള വ്യക്തി ഓരോ വാക്ക് കേട്ടാലും ഓരോ ദൃശ്യം കണ്ടു കഴിഞ്ഞാലും ആ വ്യക്തിയിൽ ഗുണപരമായ രീതിയിൽ മാറ്റം, അല്ലെങ്കിൽ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തകൻ ഉപയോഗിക്കുന്ന വാക്കിന്റെ പൂർണ്ണ അർത്ഥം എന്താണ്, ഏത് രീതിയിലാണ് ഓരോ വ്യക്തിയിലും ചെന്നത് പതിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ഒരു ശ്രദ്ധ വരുമ്പോഴാണ് ഈ സൂക്ഷ്മമായ ഭൗതിക ശാസ്ത്രത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ശാസ്ത്രീയ തലത്തിലേക്ക് മനുഷ്യന് പോകാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ ഈ നിർമ്മിത ബുദ്ധിയുടെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെയും ഈ കാലത്ത് അതിന് ഒരു പടി മുകളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ. ഇന്ന് ലോകം എന്താ പറയുക, കീഴ്മേൽ മറിയുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് എങ്ങനെ നമ്മളുടെ വൈദ്യശാസ്ത്ര രംഗത്ത് എന്തെല്ലാം മാറ്റം കൊണ്ടുവരാൻ പോകുന്നു? ഇതൊക്കെ സമീപ ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? നമ്മളുടെ വിദ്യാഭ്യാസം എവിടെ നിൽക്കുന്നു? അതേപോലെ തന്നെ ഈ ജോലികളുടെ കാര്യത്തിൽ ഇപ്പൊ 2 ദിവസം മുമ്പാണ് ഓപ്പൺ എഐയുടെ സാം ആൾട്ട്മാൻ അമേരിക്കയിൽ വാഷിങ്ടൺ DC പോയി സംസാരിച്ചിരിക്കുന്നത്. അതായത് ഒട്ടേറെ ചെറിയ ചെറിയ ജോലികൾ, ഉദാഹരണത്തിന് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലുള്ള ജോലികൾ, അതേപോലുള്ള താരതമ്യേന കുറഞ്ഞ വിദ്യാഭ്യാസം ആവശ്യമുള്ള എന്നാൽ അത്യാവശ്യം കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യേണ്ട രീതിയിലുള്ള ജോലികളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ആ തരത്തിലുള്ള ജോലികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് 10ാം ക്ലാസ്സും +2 അതല്ലെങ്കിൽ ഡിഗ്രിയും ഒക്കെ പാസ്സായിട്ടുള്ള, പ്രത്യേകിച്ച് വലിയ വൈദഗ്ധ്യമൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഭൂരിപക്ഷവും വരുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് അത്തരം കുട്ടികളാണ് കൂടുതലും വരുന്നത്. അപ്പൊ അവരൊക്കെ നേരിടാൻ പോകുന്ന ഈ സമീപ ഭാവിയിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്? അതേപോലെ പുതിയ സാധ്യതകൾ എന്താണ്? ഇത്തരം ഈ പുതിയ ലോകത്ത് വരുന്ന സാധ്യതകൾ എന്താണ്? ഈ സാധ്യതകൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റും? ഈ പുതിയ സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും അതേപോലെ മലയാളിയുടെ ശേഷിയും അതേപോലെ പശ്ചാത്തലവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ ഗംഭീരമായിട്ട് ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും? കാരണം ഇന്ന് നമ്മൾ ഈ നിർമ്മിത ബുദ്ധിയുടെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെയും ഈ ലോകത്ത് കേരളം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കകത്തോ അതല്ലെങ്കിൽ കേരളത്തിനകത്തോ അതല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കകത്തോ ഒതുങ്ങി നിൽക്കാവുന്ന പ്രവൃത്തികളല്ല. നമുക്കിന്ന് ലോകം തുറന്നു കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് നമ്മളുടെ പ്രാദേശികമായ ശേഷികളെയും ഓരോ വ്യക്തിയുടെയും ശേഷികളെയും, വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും ലോക സാധ്യതകളിലേക്ക്, വിപണിയിലേക്ക് സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആശയവിനിമയം പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ലോകത്തുള്ള ഏത് ജനതയോടും സംവദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അത്തരം പുത്തൻ സാഹചര്യങ്ങളിലേക്കൊന്നും നമ്മളെ അതിലേക്കൊന്നും നോക്കാൻ നമുക്ക് അവസരം നൽകാതെ നമ്മൾ തന്നെ അറിയാതെ നമ്മളൊരു മാസ്മരികമായ വേറൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ 60 മണിക്കൂർ VSന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ അവസാനത്തെ പുന്നപ്ര വയലാർ ശ്മശാനത്തിൽ എരിഞ്ഞടങ്ങുന്ന തമ്മിലുള്ള ദൃശ്യങ്ങൾ മുഴുവൻ നമ്മൾ അറിയാതെ ഇരുന്ന് കാണുകയും ചെയ്തു. നമ്മൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കിയാൽ മതി, അത്യാവശ്യം നമുക്ക് കാണണം. പക്ഷെ ഇത് ഉറക്കമൊഴിഞ്ഞിരുന്ന് കണ്ട ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് അറിയാതെ അതിലേക്ക് പോകുന്നതാണ് സാധനം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചിന്തിക്കണം, സാധാരണ ജനങ്ങൾ എന്ത് ചിന്തിക്കണം, ഏത് രീതിയിലൂടെ ചിന്തിക്കണം, ഏത് രീതിയിൽ പ്രതികരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള അജണ്ടകൾ നാം അറിയാതെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ
സൃഷ്ടിക്കുന്നു. ഇതനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ മാധ്യമ പ്രവർത്തകരും നമ്മളുടെ രാഷ്ട്രീയക്കാരും എല്ലാം അവരുടെ രാഷ്ട്രീയം പോലും നിശ്ചയിക്കപ്പെടുന്ന ഈ രീതിയിലാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാധ്യമ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു കൊച്ചു യുവതിയോ യുവാവോ പോലും, അതല്ലെങ്കിൽ എത്ര തന്നെ വർഷം പരിചയമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകനാണെങ്കിൽ പോലും ഏകദേശം ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥ. നമ്മളുടെ SFIയുടെ നേതാവും 80 വയസ്സ് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ അംഗവും ഒരേപോലെ ചിന്തിക്കുകയും ഒരേ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന അതേ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്മ്യൂണിസ്റ്റ് ചിന്ത, ഈ പരിമിത ചിന്ത മലയാളിയെ സമസ്ത തലത്തിൽ ബാധിച്ചിരിക്കുന്നു. അത് ഒരു കാരണവശാലും മാറാതെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന, അതല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് ചിന്തിക്കാൻ നമുക്ക് ഇടവേള നൽകാത്ത ഒരു സമീപനം അല്ലെങ്കിൽ ഒരു സാന്നിധ്യമാണ് ഇന്ന് നമ്മളുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മളുടെ മുമ്പിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അവരവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ ജീവിതം അത് വൻ ദുരന്തത്തിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയുമാണ്. ആ സൂചനയുടെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ഈ അമിതമായ ലഹരി ഉപയോഗവും, അതേപോലെ വഴിവിട്ട ലതി വൈകൃതങ്ങളും മറ്റൊരുപാട് എന്താ പറയുക, നമുക്കത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരുപാട് സംഗതികളാണ്. അവകളാണ് നമ്മുടെ വാർത്തകളിൽ മുഖ്യമായിട്ടും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ഓരോ വ്യക്തിയും ഓരോ മലയാളിയും സ്വയം തിരിച്ചറിഞ്ഞ്, കാരണം സ്വന്തം നിലനിൽപ്പും അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികളുടെയും ഒക്കെ നിലനിൽപ്പിന് ഈ ഒരു തടസ്സം, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ മറ്റൊന്നിനെ നമുക്ക് ചിന്തിക്കാൻ ഇട നൽകാത്ത ആ ഒരു തടസ്സം തിരിച്ചറിയുകയും അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയും ചെയ്യേണ്ടത് ഇന്നത്തെ ഏറ്റവും അടിയന്തരമായ ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്.